മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ബൈബിളിനെ കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും പണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് 2-3 ക്രിസ്ത്യാനികളും അവരുടെ പ്രതിഷേധാത്മകമെന്ന് തോന്നാത്ത വിധത്തിൽ ഒരു വരി എഴുതിയിട്ട് ഇങ്ങനെ എല്ലാ യൂട്യൂബിൻ്റെയും സ്പീച്ചിന്റെ ചുവട്ടിൽ അവർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദം കഴുകുമായിരുന്നു, അത്ര മഹാനായിരുന്നു യേശുക്രിസ്തു എന്ന് ഇങ്ങനെ എഴുതി എല്ലാത്തിൻ്റെയും. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇതിനുള്ള ഉത്തരം പറയാം. ഇതിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഉത്തരം ആവശ്യമാണ്. ചെറിയൊരു 5 മിനിറ്റ്. ശ്രീനാരായണ ഗുരുദേവൻ ചെങ്ങന്നൂര് മുതൽക്ക് കളിയിക്കാവിള വരെ ഈഴവ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോയവരെല്ലാം സ്വയം അവിടെ ചെന്ന് തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന മഹായജ്ഞം കാളവണ്ടിയിലും കുതിരവണ്ടിയിലും വില്ലുവണ്ടിയിലും ഒക്കെ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരാൾ കാറ് കൊണ്ടുവരികയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കണില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഗുരുദേവനെ കണ്ടിട്ട് ഒരു കുടുംബത്തിലെ കുറേ അംഗങ്ങൾ 10-40ഓളം പേരുണ്ടായിരുന്നു. അവർ വന്ന് ഗുരുദേവനോട് പറഞ്ഞു, സവർണരുടെ പെരുമാറ്റം, അവരുടെ ധാർഷ്ട്യം, അവർ ഞങ്ങളോട് പെരുമാറുന്ന ക്രൂരത, ഇത് സഹിച്ചു മടുത്തു. അതേസമയത്ത് കുറച്ച് ഈഴവ സമുദായത്തിലുള്ളവര് ക്രിസ്ത്യാനികളായപ്പോൾ ഇതേ സവർണര് ആ ക്രിസ്ത്യാനികളോട് വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുന്നതും കണ്ടു. അപ്പൊ ഞങ്ങളുടെ ഈ വെറുപ്പും അറപ്പും അവർക്ക് തോന്നുന്നത് ഇല്ലാതെയാക്കാൻ ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോവുകയാണ്, ഗുരുദേവന്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. ഗുരുദേവൻ അപ്പൊ പറഞ്ഞൊരു വരിയുണ്ട്, നിങ്ങള് മതം മാറി ക്രിസ്തുമതത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓർമ്മിക്കുക, മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നിങ്ങൾ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുമതത്തിലേക്കല്ല പോകേണ്ടത്, സനാതന ധർമ്മത്തിലേക്ക് പോയിക്കൊള്ളൂ, അവിടെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയുമാണ് പറഞ്ഞത്. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതിലെ അപ്പുറത്തെയും ഇപ്പുറത്തെയും എല്ലാം കളഞ്ഞ് ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ക്രിസ്തുമതത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞ് കുറെ പേര് പോയി. ഇവിടെ ഭാഗികമായിട്ട് ചില വരികൾ എടുത്തിട്ട് അവനവൻ ആവശ്യമുള്ള രീതിയിൽ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ശരിക്കും ഭോജരാജാവ് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ട് അയാൾ മ്ലേച്ഛ രാജ്യത്തിലെ ശരിക്കും ലിംഗച്ഛേദി ശ്മശ്രുധാരി, ലിംഗം ഛേദിച്ച് ഈ താടി വെച്ചിട്ടുള്ള പാർട്ടിയായിട്ട് വാഗ്വാദത്തിൽ അയാളെ കൊന്നു എന്നുണ്ട് ഭോജരാജാവ് ഭവിഷ്യപുരാണത്തില്. ഇപ്പൊ മുസ്ലിങ്ങള് അയാളെ കൊന്നു എന്നുള്ള ഭാഗം മാറ്റി ബാക്കിയുള്ളത് മാത്രം എടുത്തു. അപ്പൊ ആലോചിച്ച് നോക്കുക, അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മഹാമതി നാമഖ്യാത എന്ന് പറഞ്ഞിട്ടുള്ളതില് മുഹമ്മദ് നബി മരിച്ചത് ഇവിടെയാണ്, ഇന്ത്യയിലാണ്, ഭോജരാജാവിന്റെ രാജ്യത്തിലാണെന്നുള്ളത് വരും. ആ ഭാഗം മാത്രം തമസ്കരിച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്തു. ഈ നാരായണ ഗുരു പറഞ്ഞതിന്റെ ബാക്കിയുള്ളതെല്ലാം കളഞ്ഞ് നടുക്കുള്ളത് മാത്രം എടുത്തു. ഇത് തന്നെയാണ് ഈ ക്രിസ്ത്യാനി. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, യേശുദേവൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകുമായിരുന്നു എന്ന്. ഇങ്ങനെ എപ്പോഴാ പറഞ്ഞറിയോ? വളരെ വ്യക്തമായിട്ട് ചിക്കാഗോയിലെ പ്രഭാഷണം കഴിഞ്ഞ് അനാർബറിലെ പത്രപ്രവർത്തകരോട് സംസാരിച്ചിട്ട് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രഭാഷണം കഴിഞ്ഞിട്ട് അനാർബറിലേക്ക് ഞാൻ ഈ മാസം പോകുന്നുണ്ട്, അമേരിക്കയിൽ. അവിടെ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ കുറേ പത്രക്കാര് വിവേകാനന്ദനോട് ചോദിച്ചു, അങ്ങക്ക് ഇത്രയും ഗംഭീരമായിട്ട് വേദാന്തങ്ങൾ പറയാൻ സാധിക്കുന്ന, ഫിലോസഫിയുടെ ഏറ്റവും ഉയർന്ന ലെവലിൽ സംസാരിക്കാൻ സാധിക്കുന്ന അങ്ങക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ എന്ന് ചോദിച്ചു.
അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞു, എന്നെ വളർത്തിയവർ തന്നെയാണ് എൻ്റെ ഒരു ശത്രു, ബ്രഹ്മസമാജത്തിലുള്ളവർ തന്നെയാണ് എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ പത്രക്കാർ മറിച്ച് ചോദിച്ചു, പക്ഷേ ഇവിടെ അങ്ങയെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ അമേരിക്കക്കാർ തയ്യാറായല്ലോ, അങ്ങയുടെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വണ്ടിയും കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത് അങ്ങയെ കൊണ്ടുപോകാൻ അടുത്ത സ്ഥലത്തേക്ക്, ഏറ്റവും നല്ല സ്വീകരണമല്ലേ അമേരിക്കയിൽ അങ്ങക്ക് കിട്ടിയത് എന്ന് ചിരിച്ചുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, എന്നെ ഇവിടെയുള്ളവരാരും സ്വീകരിച്ചിട്ടില്ല, ഈ പുറത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഷിക്കാഗോവിലെ ഇന്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസ് നടത്തിയത് തന്നെ ക്രിസ്തുമതമാണ് ലോകത്തിന്റെ മതമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ തട്ടിക്കൂട്ടി ഒരു കഴിവുമില്ലാത്ത മറ്റു മതത്തിലെ ഡെലിഗേറ്റ്സിനെ വരുത്തി വെറും ആഡംബരവും അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള അറിവും മാത്രമല്ല മറ്റു മതത്തിലെ പണ്ഡിതരെന്ന് വിചാരിക്കുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുകൂടി ക്രിസ്തുമതം അംഗീകരിപ്പിക്കാനാണ് ഈ ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നത്. അതായത് ലോകമതം എന്ന് പറയുന്നത് ക്രിസ്തുമതമാണെന്ന് ഡിക്ലെയർ ചെയ്യിക്കാനായിരുന്നു ഷിക്കാഗോ സമ്മേളനം നടത്തിയത്. പക്ഷെ എന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോ തുറന്ന മനസ്സുള്ള അമേരിക്കക്കാരും അടഞ്ഞ മനസ്സുള്ള സംഘാടകരായ ക്രിസ്ത്യാനികളും അതിൽ അടഞ്ഞ മനസ്സുള്ളവർ ദുഃഖിച്ച് കരഞ്ഞ് വികൃതമായിട്ടുള്ള പ്രതികരണം നടത്തിയപ്പോൾ തുറന്ന മനസ്സുള്ള അമേരിക്കക്കാര് കൈയടിച്ച് ഹാള് നിറഞ്ഞ് ഹാളിന്റെ അവസാനത്ത് വെച്ചിരിക്കുന്ന ബാരിക്കേഡ് വരെ മാറ്റിയിട്ട് ആൾക്കാരിരുന്നത് കേൾക്കാൻ വന്നത് തുറന്ന മനസ്സുള്ള അമേരിക്കക്കാരാണ്. അടഞ്ഞ മനസ്സുള്ള ക്രിസ്ത്യാനികള് യേശുക്രിസ്തു പറഞ്ഞതിന് നേരെ വിപരീതമാണ് ചെയ്തത്. യേശുക്രിസ്തുവിനെ ഞാൻ കാല് കഴുകി പൂജിക്കാൻ തയ്യാറാണ്, പക്ഷെ അത് വിറ്റ് പ്രചരിപ്പിച്ച് ജീവിക്കുന്ന ഇവര് എന്നെ ശത്രുവായിട്ട് കാണുന്നു, അവരെന്നെ ഇടിച്ചു താഴ്ത്താനും തമസ്കരിക്കാനും എന്നെ നിരാകരിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. ഞാൻ അവരുടെ സപ്പോർട്ടോടുകൂടിയല്ല ഇവിടെ വന്നത്, അവരുടെ സപ്പോർട്ടോടുകൂടിയല്ല പ്രഭാഷണത്തിൽ കയറിയത്, അവരുടെ സപ്പോർട്ടോടുകൂടിയല്ല ലോകമതങ്ങളുടെ അമ്മയായ ഹിന്ദു മതത്തെക്കുറിച്ചും ലോക സംസ്കാരങ്ങളുടെ അമ്മയായ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞത്. അതവർക്ക് ഒരിക്കലും കൂപമണ്ഡൂകങ്ങളെ പോലെ സ്വീകരിക്കാൻ സാധിച്ചില്ല. അവരാണ് അമേരിക്കയിലെ എന്റെ ശത്രുക്കൾ. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, യേശുക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകി സ്നേഹിച്ച് പ്രണമിക്കുമായിരുന്നു. അതിന്റെ പ്രചാരകരായി വന്നവര് ശത്രുക്കളെ പോലെ അടഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന അവരെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. എന്നിട്ട് അദ്ദേഹം ഇൻഡയറക്ട്ലി പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, ഞാൻ പറയുന്ന അതേ വാക്കുകളല്ല ഉപയോഗിച്ചത്. ക്രിസ്ത്യാനിറ്റി ഈസ് ഡിഫറെന്റ് ഫ്രം ചർച്ച്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഈസ് ഡിഫറെന്റ് ഫ്രം ചർച്ച്യാനിറ്റി. ഈ പള്ളിക്കാരും സുവിശേഷ പ്രവർത്തകരും ഈ മതമാറ്റ തൊഴിലാളികളും ഇവിടുത്തെ ബിഷപ്പും ഇവിടുത്തെ കർദിനാളുകളും ഒക്കെ അവരുടെ അധികാരവും അവരുടേതായിട്ടുള്ള കുറെ അന്ധങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളും വിചാരങ്ങളും പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ക്രിസ്തു അതല്ല ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകാൻ തയ്യാറായിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ഓർമ്മിക്കുക, ചില വരികളും വാക്കുകളൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പറഞ്ഞ് വിജയിക്കാൻ ശ്രമിക്കുമ്പോ ഒരുപക്ഷെ വിജയിച്ചു എന്ന് വരും. കാരണം വെച്ചാൽ മുമ്പിലുള്ളവര് ദ ഇഗ്നറൻസ് ഓഫ് ദി ഓഡിയൻസ് ഈസ് ദ ബ്ലിസ് ഓഫ് ദ സ്പീക്കർ. ഇഗ്നറൻസ് ഓഫ് ദ ഓഡിയൻസ് ഈസ് ദ ബ്ലിസ് ഓഫ് ദി സ്പീക്കർ. അർത്ഥം മനസ്സിലായോ? മുമ്പിലിരിക്കുന്നവരുടെ അറിവില്ലായ്മയാണ് പ്രഭാഷകന്റെ ദൈവിക അനുഗ്രഹവും അനുഭൂതിയും. എന്ത് വിളിച്ചു പറഞ്ഞാലും മുമ്പിലുള്ളവർ മിണ്ടില്ല എങ്കിൽ എന്തും വിളിച്ചു പറയാമല്ലോ ഇയാൾക്ക് എന്നുള്ളത്. അതാണ് സക്കീർ നായിക്കിനും പറ്റിയത്. സൗദി അറേബ്യയുടെ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യയിൽ കാലുകുത്തിയാൽ ഫ്രോഡും തനി തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവന്റെ തീവ്രവാദം ഇയാളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നടത്തിയവര് എന്നെല്ലാം പറയുന്ന ആ വ്യക്തിയെ ഇപ്പോഴും ആരാധിക്കുന്ന ഒരു വലിയ ചിക്കൻ ബിരിയാണി സമൂഹം ഇവിടെയുണ്ട്, ഹലാൽ ചിക്കൻ സമൂഹം ഇവിടെയുണ്ട്. ഇവരെന്ത് ചെയ്താലും അയാൾക്ക് വേദമറിയുന്ന മാതിരി ഗോപാലകൃഷ്ണ ലോകത്തിലെ ആർക്കും അറിഞ്ഞൂടാ. അയാളാണ് സർവ്വതും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് പറയാറുണ്ട്, തട്ടിൻ പുറത്ത് മൂഷികനാണ് രാജാവ്, പൊട്ടക്കുളത്തിൽ പുളവൻ പണീന്ദ്രൻ
പൊട്ടക്കുളത്തിൽ മൂർഖനും ബാക്കിയുള്ളതൊന്നും വരില്ല. ചെറിയ നീർക്കോലിയുണ്ട്, അവരാണ് രാജാവ്. പൊട്ടക്കുളത്തിൽ പ്ലവൻ വണീന്ദ്രൻ, തട്ടിൻപുറത്തോ മൂഷിക രാഘവേന്ദ്രൻ. തട്ടിൻപുറത്ത് വേറെ ആരും വരില്ല, അത് എലിയാണ് രാജാവ്. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്, കേട്ടിട്ടുണ്ടാവില്ലോ അല്ലേ? കണ്ണില്ല രാജ്യത്ത് ഒറ്റക്കണ്ണൻ രാജാവ്, അങ്ങനെ അല്ലെങ്കിൽ കോങ്കണ്ണൻ രാജാവ്. അങ്ങനെ ഒരു സക്കീർ നായിക്കിനെ ആരാധിച്ച് പോകുന്ന ഒരു വിഭാഗം ഒന്നോ രണ്ടോ വരി വേദത്തിൻ്റെത് മര്യാദയ്ക്ക് പോലും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അയാളുടെ ആരാധകര് പച്ചത്തെറി മാത്രം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പഠിച്ചവര് അത് പ്രയോഗിക്കുന്നതും കാണാൻ പറ്റും. അതിലെ ഒരു വകഭേദമാണ് ഈ ക്രിസ്ത്യാനി. സ്വാമി വിവേകാനന്ദൻ യേശു ക്രിസ്തുവിന്റെ കാല് കഴുകാമെന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര മഹത്തായിട്ടുള്ളതാണ്. സന്ദർഭത്തിൽ നിന്ന് അടച്ചെടുത്ത് അതാണ് ഈഴവരിലൊരു സമൂഹത്തിനും പറ്റിയത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് ഈഴവ സമൂഹത്തിലെ ഒരു വിഭാഗം പള്ളികൾ തോറും കയറിയിറങ്ങുക. ഏറ്റുമാനൂരപ്പന്റെ അനിയനാണ് സെയിന്റ് സെബാസ്റ്റ്യൻ, വേറൊരു സ്ഥലത്ത് അയ്യപ്പന്റെ കൂട്ടുകാരനാണ് സെയിന്റ് സെബാസ്റ്റ്യൻ, വേറൊരു സ്ഥലത്ത് കോട്ടയത്തെ തിരുനക്കരയപ്പന്റെ ചേട്ടനാണ് സെയിന്റ് സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ മണർകാട് പള്ളിയിലെ ദേവി അപ്പുറത്തുള്ള സെന്റ് മേരിയുടെ അമ്മച്ചിയാണ്, അല്ല മദർ ഇൻ ലോ ആണോ അറിഞ്ഞോടാ എനിക്ക്. അതൊക്കെ പറയുമ്പോൾ ഒരു സമുദായം മുഴുവൻ അങ്ങോട്ട് അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം സന്ദർഭത്തിൽ നിന്ന് അടർത്തി തെറ്റായിട്ടുള്ളത് പറയുകയും തെറ്റായിട്ടുള്ളത് പ്രചരിപ്പിക്കുകയും നല്ല തുറന്ന മനസ്സിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടിന്റെ പരിണത ഫലം സ്വീകരിക്കാൻ കുറെ ഹിന്ദുക്കൾ ഉള്ളതാണ് കാരണമായത്. ചതിയും വഞ്ചനയും പറ്റിക്കലുമാണ് മതപരിവർത്തനത്തിന്റെ ലക്ഷ്യവും മാർഗവുമായിട്ട് എടുത്തിരിക്കുന്നത്. അവർക്ക് ചൂട്ടുകത്തിക്കാനും മെഴുകുതിരി കത്തിക്കാനും നിൽക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും നിരീശ്വരവാദികളും ഈ നാടിന്റെ ശാപമാണെന്ന് തിരിച്ചറിയാൻ ഹിന്ദുവിന് ഇന്നും പറ്റണില്ല. പ്രണാമം, നമസ്കാരം.